ഏത് വർഷമാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത്? ഉത്തരം 2010. കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം? ഉത്തരം പശ്ചിമഘട്ട മലനിരകൾ. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത്? ഉത്തരം അക്വാ റീജിയ. വളം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ്? ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. തോൽവിറക് സമരം നടന്ന വർഷം? ഉത്തരം 1946. ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം? ഉത്തരം തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രം, കണ്ണൂർ. ജീവകം ഇയുടെ പരിമിതി മൂലമുണ്ടാകുന്ന രോഗം? ഉത്തരം വന്ധ്യത. സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം കൈലാഷ് സത്യാർത്ഥി. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരം ഉത്തരാഖണ്ഡ്. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്? ഉത്തരം പെട്രോളിയം. ഇന്ത്യയിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം? ഉത്തരം പശ്ചിമ അസ്വസ്ഥത. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം? ഉത്തരം ഫിൻലാൻഡ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? ഉത്തരം PC മഹാലനോബിസ്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ന്യൂഡൽഹി. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? ഉത്തരം സെബി. ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം സ്കൂൾ വിദ്യാഭ്യാസം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം. ഉത്തരം ലൈഫ് മിഷൻ പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഉത്തരം കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി? ഉത്തരം PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ഉത്തരം അതിർത്തി നിർണയ കമ്മീഷൻ. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഉത്തരം മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഉത്തരം ദി എലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. നാരി ശക്തിവന്ദൻ അധീനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്? ഉത്തരം 2023 സെപ്റ്റംബർ 28. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി? ഉത്തരം നവജീവൻ. അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ഉത്തരം 22 രൂപ. കേരളത്തിൽ ആകെ എത്ര കായലുകളുണ്ട്? ഉത്തരം 34. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം? ഉത്തരം ആറ്റിങ്ങൽ കലാപം, 1721 ഏപ്രിൽ 15. നിർമ്മല സീതാരാമൻ്റെ എത്രാമത്തെ ബജറ്റാണ് 2025-26 അവതരിപ്പിച്ചത്? ഉത്തരം 8ാമത്തെ. ഭാഷാ അടിസ്ഥാന സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഫസൽ അലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം? ഉത്തരം ഇരുമ്പുരുക്ക് വ്യവസായം. ബ്രിട്ടീഷ് രേഖയിൽ കോട്ടയോട്ട് രാജ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി? ഉത്തരം മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത? ഉത്തരം അലഹബാദ് ഹാൽഡിയ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി? ഉത്തരം 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത? ഉത്തരം ടെസ്സി തോമസ്. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം മരുപ്രദേശം. ചേരിചേരാ പ്രസ്ഥാനം
രൂപവത്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം? ഉത്തരം ബാന്തൂങ് സമ്മേളനം. വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ? ഉത്തരം ബ്യാരി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്? ഉത്തരം ചിനൂക്ക്. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്? ഉത്തരം 2008 ആഗസ്റ്റ് 11. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത്? ഉത്തരം 58. ചിക്കൻ പോക്സ് പരത്തുന്ന സൂക്ഷ്മാണുജീവി ഏത്? ഉത്തരം വാരിസെല്ല വൈറസ്. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? ഉത്തരം 120/80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത്? ഉത്തരം 2013. ക്രഷിംഗ് ദി കർവ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കൊറോണ വൈറസ്. വീർപ്പിച്ച ബലൂൺ വെള്ളത്തിനടിയിൽ താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബോയിൽ നിയമം. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഏത്? ഉത്തരം ജാൻ ടെല്ലർ മെറ്റൽ. ലോകത്തിലെ 3ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ഉത്തരം ബോട്സ്വാന. ഇന്ത്യയിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഉത്തരം GSLV F-10. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി? ഉത്തരം PK കാളൻ. അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മരോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈം. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? 1973. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്? ആൻസർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ബ്രാഹ്മണി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം? ആൻസർ ഗുൽബർഗ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്? പത്താൻകാർ. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ രൂപം കൊണ്ട പദ്ധതി? ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി? നിക്കോളോ കോണ്ടി. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം? വിദ്യാഭ്യാസം. സ്വർണം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ്? ആൻസർ നൈട്രിക് ആസിഡ്. ചൂരന്നൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതെവിടെ? പാലക്കാട്. കാസിരംഗ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെവിടെ? ആൻസർ അസം. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എഴുതിയത്? പന്തളം KP രാമൻ പിള്ള. ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റിയുടെ കേരളത്തിലെ ആസ്ഥാനം? തലശ്ശേരി, കണ്ണൂർ. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം? പേപ്പട്ടി വിഷബാധ. കേരളത്തിലെ കണ്ടൽ വന ഗവേഷണ കേന്ദ്രം? ആയിരംതെങ്ങ്, കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി? തെന്മല. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം? 1969. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി? ശിരുവാണി. വിംസി എന്നറിയപ്പെട്ട പത്രപ്രവർത്തകൻ്റെ യഥാർത്ഥ പേര്? VM ബാലചന്ദ്രൻ. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി? ബ്രഹ്മപുത്ര. കേരളത്തിലെ ചവിട്ട് നാടകം ഏത് രാജ്യത്തിൻ്റെ സംഭാവനയാണ്? പോർച്ചുഗൽ. കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം? നോർത്ത് പരവൂർ. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം? സ്വർണം. ചാരനിറത്തിലുള്ള പുസ്തകം ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക രേഖയാണ്? ബെൽജിയം. ആലപ്പുഴ നഗരം സ്ഥാപിച്ചതാര്? ആൻസർ രാജ കേശവദാസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.